PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ളവർ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഏപ്രിൽ മാസത്തിൽ വലിയ അപ്ഡേറ്റുകളാണ് PM കിസാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 19ാമത്തെ ഗഡു കിട്ടിയവർ ഉൾപ്പെടെ പലർക്കും 20ാമത്തെ ഗഡു ലഭിക്കുകയില്ല. അതുപോലെ PM കിസാനിലെ അംഗത്വം സലണ്ടർ ചെയ്ത് പുറത്തു പോയവരുണ്ട്. ഇവർ പുറത്തുപോയത് തെറ്റിദ്ധാരണാപരമായ ചില വാർത്തകളൊക്കെ കണ്ടാണ്. ഉദാഹരണത്തിന് കിസാൻ നിധിയിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ വിൽക്കാൻ കഴിയില്ല, കിസാൻ നിധിയിലൂടെ കിട്ടിയ തുക തിരികെ നൽകേണ്ടി വരും. ഇത്തരത്തിലെ കള്ളവാർത്തകൾ കണ്ട് ഭയന്നാണ് പലരും PM കിസാനിൽ സലണ്ടർ ചെയ്തത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തിരികെ PM കിസാൻ നിധിയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഓപ്ഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് PM കിസാൻ സമ്മാൻ നിധിയിൽ വോളണ്ടറീസ് സലണ്ടർ ചെയ്ത് പുറത്തുപോയവർക്ക് ഇപ്പോൾ PM കിസാന്റെ ഔദ്യോഗിക പോർട്ടലായ pmkisan.gov. എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ പുതുതായി ചേർത്തിരിക്കുന്ന സലണ്ടർ റിക്വസ്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് PM കിസാനിൽ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി കഴിയുമ്പോൾ വരുന്ന OTP നൽകി വീണ്ടും കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹത നേടാവുന്നതാണ്. ആരെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ തെറ്റായ വാർത്തകൾ കണ്ട് ഭയന്ന് PM കിസാൻ നിധിയിൽ നിന്നൊക്കെ പുറത്തു പോയവരുണ്ടെങ്കിൽ അവർക്കായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള ഈ അവസരത്തിലൂടെ വീണ്ടും കിസാൻ നിധിയിലേക്ക് തിരിച്ചെത്തുവാനും 20ാമത്തെ ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കുന്നതിനും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അറിയിപ്പ് eKYCയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. തുടക്കത്തിൽ eKYC അപ്ഡേഷൻ എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ ഒറ്റത്തവണ മാത്രമായിരുന്നു. മാത്രമല്ല അത് മൊബൈലിൽ വരുന്ന OTP നൽകിക്കൊണ്ടുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കിസാൻ നിധിയിലെ നിരവധി പേർക്ക് KYC ചെയ്യാൻ അറിയിപ്പ് വരുന്നത് OTP വൈസ് eKYC അല്ല, അവർക്ക് വരുന്നത് ബയോമെട്രിക് eKYC ആണ്. ഒന്നെങ്കിൽ വിരലടയാളം അല്ലെങ്കിൽ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ടാണ് ഈ eKYC പൂർത്തിയാക്കേണ്ടത്. ഇതിനായി ഒന്നുകിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി PM കിസാൻ ഗോൾ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൂർത്തീകരിക്കുക. അതിൽ എൻ്റർ ചെയ്ത് വിവരങ്ങൾ നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിലൂടെ സ്കാൻ ചെയ്ത് ഈ ബയോമെട്രിക് eKYC നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അക്ഷയ CSC കേന്ദ്രങ്ങളിലെത്തി അവിടുത്തെ ബയോമെട്രിക് ഉപകരണങ്ങളിലൂടെയും നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. PM കിസാനിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും eKYC ചെയ്യണമെന്ന് അവിടെ കാണിക്കുന്നവർ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ ചിലരുടെയെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ eKYC ചെയ്യണമെന്ന അപ്ഡേഷൻ ബാങ്കുകളിൽ നിന്നും എത്തിയിട്ടുണ്ടാകും. വിവിധ ബാങ്ക് അക്കൗണ്ടുകളുടെ സ്വഭാവം അനുസരിച്ച് 3 വർഷം, 5 വർഷം, 8 വർഷം കൂടുമ്പോഴൊക്കെ KYC പുതുക്കേണ്ടതുണ്ട്. ആധാർ കാർഡോ അതുപോലെയുള്ള രേഖകളുടെയൊക്കെ കോപ്പി നൽകി കൊണ്ടൊക്കെ ബാങ്ക് അക്കൗണ്ട് KYC പുതുക്കാവുന്നതാണ്. അങ്ങനെ പുതുക്കണമെന്ന നിർദ്ദേശം നിങ്ങൾക്ക് മെസ്സേജായി വന്നാൽ അത് പൂർത്തിയാക്കണം. കാരണം KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് DBT എനേബിൾ ആകുന്നതിന് തടസ്സമാവുകയും കിസാന്റെ തുക എത്താതെ വരികയും ചെയ്യും. അടുത്തതായി നിങ്ങൾ അറിയേണ്ടത് 20ാമത്തെ ഗഡു തുകയായ 2000 രൂപ എന്ന് കിട്ടുമെന്നുള്ളതാണ്. ഈ ഏപ്രിൽ മാസം മുതലുള്ള 4 മാസത്തെ ഗഡുവായാണ് 20ാമത്തെ ഗഡുവായ 2000 രൂപ എത്തുന്നത്. ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആയിരിക്കും ഗഡുത്തുക എത്തുക. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീയതിയുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് PM കിസാനിൽ അപ്ഡേഷൻ നടക്കുന്നത്. 19ാമത്തെ ഗഡു ലഭിച്ചവർ ഉൾപ്പെടെ അനർഹരായവരെ ഒഴിവാക്കുന്നതിനും അർഹതയുണ്ടായിട്ടും പുറത്തുപോയ കർഷകരെ വീണ്ടും കിസാൻ നിധിയിൽ ഉൾപ്പെടുത്തുന്ന അപ്ഡേഷനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് കൂടെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.